സർക്കാർ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി സർവീസ് നടപ്പാക്കിയതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് സ്വകാര്യ ബസ് ഉടമകൾ. വയനാട് ജില്ല മാത്രം പരിഗണിച്ചാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും. വയനാട് ജില്ലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. KSRTCയിൽ സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതിനു പിന്നാലെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞെന്നാണ് ബസ്സുടമകളുടെ പരാതി. പ്രതിദിനം 2000 മുതൽ 5000 രൂപ വരെ നഷ്ടമാണ് ഓരോ ബസ്സിനും നേരിടുന്നതെന്നും സംഘടനകൾ ആരോപിക്കുന്നു. ജില്ലയിൽ സർവീസ് നടത്തുന്ന 420 സ്വകാര്യ ബസ്സുകളിൽ ഇതിനോടകം 200ഓളം ബസ്സുകൾ സർവീസ് താൽക്കാലികമായി നിർത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിന് G-ഫോം നൽകി കഴിഞ്ഞു. നഷ്ടം നികത്തുന്നതിന് സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും മറ്റ് വിവിധ സംഘടനകളുടെയും സംയുക്ത തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത് റാമാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. വിവിധ യൂണിയൻ നേതാക്കൾ സമരത്തിന് പിന്തുണയുമായി എത്തി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ചിലും ധർണയിലും 1000-ലധികം പേരാണ് പങ്കെടുത്തത്. സ്വകാര്യ ബസ് സമരത്തിന്റെ ഭാഗമായി തൊഴിലാളികളും ഉടമകളും നടത്തിയ വയനാട് കളക്ടറേറ്റ് മാർച്ചിൽ വലിയ പ്രതിഷേധമാണ് ഇരമ്പിയത്. മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചായിരുന്നു ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം. എന്നാൽ തങ്ങളുടെ സമരം സർക്കാരിനെതിരല്ലെന്ന് സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. നൂറുകണക്കിന് ബസ് ഉടമകളും തൊഴിലാളികളും മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.